Sevens Golden Diamonds, Ermalur, Vadadala. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ. വേണുഗോപാൽ വെമ്പിള്ളി ഭദ്രദീപ പ്രജ്വലനം നടത്തി. എനിക്ക് ഗുരുസ്ഥാനീയനായ ശ്രീ കൈതപ്രം തിരുമേനിയും നമ്മെ വിട്ടുപോയ നമുക്ക് അയൽവാസിയായ അർജുനൻ മാഷുമൊക്കെ പങ്കെടുത്ത മീറ്റിംഗ് ഞാൻ ഓർക്കാം. ഭാഗവതത്തിൻ്റെ മഹത്വം അറിയാൻ അന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന ഒരു വലിയ സദസ്സും എൻ്റെ മനസ്സിലുണ്ട്. രമേശൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ക്ഷേത്രകാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഭാഗവത കുടുംബം വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് രമേശൻ. ക്ഷേത്രത്തിൽ ഉണ്ടായ മാറ്റങ്ങളും വളരെ ഭംഗിയായി ശ്രീകൃഷ്ണ ധർമ്മ പരിപാലന യോഗം കണ്ണിലെ കൃഷ്ണമണി പോലെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമിയെ കാത്തരുളുന്ന കാര്യമൊക്കെ രമേശൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏഴിക്കോട് സതീശൻ നമ്പൂതിരി, കെ ജെ രാധാകൃഷ്ണൻ നമ്പൂതിരി, പ്രൊഫസർ സരിത അയ്യർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. 12-ാം തീയതി സപ്താഹയജ്ഞം സമാപിക്കും. ജന്മം കൃഷ്ണദ്വൈപായനായിട്ട് ജനിക്കുന്നത്, ആ ഒരു ജന്മത്തിൽ അദ്ദേഹം അധികം വിദ്യാഭ്യാസം നടത്തിയതായിട്ടൊന്നും വളരെയധികം വായിക്കാനൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ഈ വേദത്തെ വ്യസിക്കാൻ പറ്റി? ആ വേദത്തെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. നമ്മളിന്ന് കമ്പ്യൂട്ടറിൽ ഫോൾഡറാക്കി ഒരേ സ്വഭാവമുള്ളതിനെയൊക്കെ ഒന്നിച്ചാക്കണമെങ്കിൽ ആദ്യം ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാകണ്ടേ? അപ്പോൾ ഇത്രയും അധികം അറിവ് അദ്ദേഹത്തിന് ഈ വേദത്തെ വ്യസിക്കാൻ സാധിച്ചത് എന്തുകൊണ്ട്? ഇസ്പിറോ ഇടക്കൊച്ചി.